നിങ്ങൾ കേരളത്തിൽ നടക്കുന്ന കലാപ സമാനമായ അന്തരീക്ഷം ഏത് പാർട്ടിയിലാണ് നടക്കുന്നത്? ഏത് പാർട്ടിയില്ല. ഇനി കോൺഗ്രസിൻ്റെ കാര്യം നിങ്ങളെടുത്തോ. നിങ്ങളുടെ മുതിർന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കുക. അതിൽ മുതിർന്ന ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും കോൺഗ്രസിൻ്റെ സീറ്റ് വിഭജനം നടക്കുന്നതിനേക്കാൾ നിങ്ങൾ നോക്കിക്കോ, 2001, 2006, 11, 16, 21 അതിനേക്കാൾ എത്ര സ്മൂത്തായിട്ടാണ് നടക്കുന്നത്. സമ്മതിച്ചോ? അങ്ങൊരു സീനിയർ മാധ്യമ പ്രവർത്തനമല്ലേ, ഇതൊക്കെ കണ്ടിട്ടുള്ള ആളല്ലേ? ചോദിച്ചു ഇവരോടൊന്നും പറഞ്ഞു കൊടുക്കുക. പുതിയതായി വന്നവരോടൊക്കെ 11 കൊല്ലമൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് എത്ര സ്മൂത്തായിട്ടാണ്. നിങ്ങളുടെ എന്തായിരുന്നു പണ്ട് ഇവിടത്തേക്ക് ആൾക്കൂട്ടം എന്ന് പറയുന്നത്? എന്തായിരുന്നു ആൾക്കൂട്ടം? ഇങ്ങോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുമായിരുന്നോ? എത്ര സ്മൂത്തായിട്ട് എത്ര ഭംഗിയായിട്ടുമാണ് നടക്കുന്നത്. പിന്നെ ജനാധിപത്യ പാർട്ടിയല്ലേ. മറ്റേ പോക്കറ്റിൽ നിന്ന് കേക്ക് പോക്കറ്റിൽ നിന്ന് ലിസ്റ്റ് എടുത്തിട്ട് ഇതാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുന്ന പാർട്ടി അല്ല കോൺഗ്രസ്. അതിൻ്റെയൊക്കെയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സ്ഥാനാർത്ഥി എന്ന് VD സതീശൻ പോയിട്ട് യോഗത്തിലിരുന്നല്ലേ KPCC പ്രസിഡന്റ് വന്ന് യോഗത്തിലിരുന്ന് ഇതാണ് സ്ഥാനാർത്ഥികൾ എഴുതിയെടുത്തോ എന്ന് പറയുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞാൽ അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും ചർച്ച ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അവസാനം ഞങ്ങളൊരു സമന്വയത്തിലെത്തും. അങ്ങനെയാണ്. അല്ലാതെ അയാളുടെ ഭാര്യ ഇവിടെ സ്ഥാനാർത്ഥി, ഇയാളുടെ മകനിവിടെ സ്ഥാനാർത്ഥിയാന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന പറയുന്ന പാർട്ടിയല്ല. എന്നിട്ട് പോലും എത്ര ജനാധിപത്യ പ്രക്രിയ, ഉൾപാർട്ടി ജനാധിപത്യം എത്ര ഭംഗിയായിട്ട് നടക്കുന്നൊരു പാർട്ടിയാണ്. നിങ്ങളതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. എന്നിട്ട് അപ്പുറത്ത് കിടക്കുന്ന ഏകാധിപത്യപരമായ സ്വഭാവത്തിന് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തിനെതിരായിട്ടുള്ള കലാപ സമാനമായ അന്തരീക്ഷത്തെ നിങ്ങൾ വിലയിരുത്തുക. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ടീം UDF ആണ്. ടീം UDF. ഒരു അലോസരം ചർച്ചയ്ക്കിടയിലുണ്ടായോ? സീറ്റ് വിഭജനത്തിൻ്റെ ഇടയിൽ UDFിൻ്റെ ഇടയിൽ ഒരു അലോസരം ഉണ്ടായോ? നിങ്ങൾ എന്തെല്ലാം വാർത്ത എഴുതി? ലീഗ് 5 സീറ്റ് കൂടുതൽ ചോദിക്കും. നിങ്ങൾ പറഞ്ഞില്ലേ, പലരും വാർത്ത കൊടുത്തില്ലേ, ലീഗ് 5 സീറ്റ് കൂടുതൽ ചോദിക്കും. UDF വന്നാൽ ലീഗിന് അപ്രമാദിത്വം, ലീഗ് 5 സീറ്റ് കൂടുതൽ. ലീഗ് 1 സീറ്റ് കൂടുതൽ ചോദിച്ചില്ല, 1 സീറ്റ് കൂടുതൽ ചോദിച്ചില്ല. കോൺഗ്രസിനാണ് ഇപ്പോൾ 2 സീറ്റ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. ഈ മുന്നണി ലീഡ് ചെയ്യുന്ന കോൺഗ്രസിന് ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി തൽക്കാലത്തേക്കാണെങ്കിലും അവർ 2 സീറ്റ് വിട്ടു വന്നിരിക്കുകയാണ്. കോൺഗ്രസിന് ബലം പ്രയോഗിച്ചെടുത്തൊന്നുമല്ല, 2 സീറ്റ് അവർ വിട്ടു വന്നിരിക്കുകയാണ് കോൺഗ്രസിന്. ഒരു അലോസരം നിങ്ങൾ എവിടെയെങ്കിലും UDFിലെ ഒരു ഘടകകക്ഷി എവിടെയെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നോ? LDFിൽ എത്ര വന്നു? UDF ടീം UDF എന്ന് പറഞ്ഞാൽ ടീം UDF. ഇനി 2 കോൺഗ്രസ്സിൽ ഞാൻ അഭിമാനത്തോടെ ഞാൻ KPCC പ്രസിഡന്റിനെയും ദേശീയ നേതൃത്വത്തെയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെയും അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നു, ഒരു കാലത്തും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ഒരുപാട് നേതാക്കന്മാരുള്ള പാർട്ടിയാണ്. ഞങ്ങൾ അഭിമാനമാണ്, അവരാണ് ഞങ്ങളുടെ അസറ്റ് ഉള്ള പാർട്ടിയാണ്. അതിന് ഈ കഴിഞ്ഞ 5 പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായത്ര ഒരു അലോസരം പോലും ഉണ്ടായില്ല. പിന്നെ കാര്യങ്ങൾ കാണുമല്ലോ. ഇപ്പോൾ ഒറ്റ വിഷയമാണല്ലോ, അത് ദേശീയ നേതൃത്വം തീരുമാനിച്ചാൽ അതിൻ്റെ അകത്തൊരു ഫൈനാലിറ്റി വന്നു. അല്ല, ഞാനത് പ്രത്യേകമായിട്ട് പരാമർശിച്ചു. അദ്ദേഹത്തിന് അവരുടെ ഫോർവേഡ് ബ്ലോക്കിന് ചാത്തന്നൂർ സീറ്റ് കൊടുത്തു. അവർ പാർട്ടിയും അത് പരിശോധിച്ചതിന് ശേഷം അവിടെ കോൺഗ്രസ് മത്സരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് തിരിച്ചു തന്നു. തീർച്ചയായിട്ടും ഫോർവേഡ് ബ്ലോക്കിനോട് ശ്രീ ദേവരാജനോട് ഞങ്ങൾ നന്ദി പറയുന്നു. UDF എന്തായാലും അധികാരത്തിൽ വരുമ്പോഴും ഒരു മുന്നണി എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് അക്കാര്യത്തിൽ പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. ഫോർവേഡ് ബ്ലോക്കിനോട് ഞങ്ങൾ പൂർണ്ണമായ നീതി പുലർത്തും. വാക്കാണ്. അല്ല, അതൊന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് രാജ്യസഭ തീരുമാനിക്കണ ഞാനാണ്. ഞാൻ സീറ്റൊന്നും വാഗ്ദാനം ചെയ്തത്, ഞാൻ ആർക്കും സീറ്റ് വാക്ക് കൊടുക്കാൻ ഞാനൊരാളുമല്ല. അദ്ദേഹം സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അത് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തിൻ്റെ മുന്നിൽ വയ്ക്കാം എന്ന് പറഞ്ഞിരുന്നു. പാർട്ടി നേതൃത്വം വിശദമായ ചർച്ച നടത്തിയപ്പോൾ അവിടെ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ് നല്ലത് എന്ന തീരുമാനം എടുത്തു. ആ തീരുമാനം ഞാൻ അദ്ദേഹത്തെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. ഞാൻ സീറ്റ് കൊടുക്കാം അതല്ലല്ല അദ്ദേഹം അവരുമായിട്ട് അവരുടെ ഒരു 10-53 കക്ഷികളുള്ള അവരുമായിട്ട് അവർ സംസാരിക്കാൻ വന്നു. കന്റോൺമെൻറ്റ് ഹൗസിൽ വെച്ചാണ്, എൻ്റെ ഔദ്യോഗിക ഹൗസിൽ വെച്ചാണ് സംസാരിച്ചത്. അവർ ഈ സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഉടനെ സീറ്റ് കൊടുക്കാമെന്ന് പറയാൻ പറ്റിയ ആളാണ് ഞാൻ പറയാം അത് പരിഗണിക്കാം മുന്നണി നേതൃത്വമായിട്ടും പാർട്ടി നേതൃത്വമായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞു. പാർട്ടി നേതൃത്വമായിട്ട് ചർച്ച ചെയ്തപ്പോൾ വൈക്കത്ത് ഞങ്ങൾ മത്സരിക്കുന്നതാണ്, പാർട്ടി മത്സരിക്കണം എന്ന തീരുമാനം എടുത്തു. അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അത് അവിടെ മത്സരിപ്പിക്കാനും അതില്ല. 25 സീറ്റാണോ 27? അവർ 2 സീറ്റ് കൂടി അനൗൺസ് ചെയ്യും. അവർ ഇന്നലെ അനൗൺസ് ചെയ്ത് 25ആണ്. അവർ 2 സീറ്റ് കൂടി അനൗൺസ് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം അല്ല, അത് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ മുമ്പിലാണ് ഉള്ളത്. സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനമെടുക്കും.
സാർ ഇപ്പൊ പത്തനംതിട്ട ജില്ലയടക്കം പ്രധാന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ പ്രാദേശിക പ്രശ്നങ്ങളാണോ ഇത്ര വൈകാൻ കാരണം? അതൊന്നല്ല, നിങ്ങൾ കുറേ സീറ്റുകൾ വൈകാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മിനിങ്ങാന്ന് മനസ്സിലായില്ലേ? കണ്ണൂര് നിങ്ങൾ എന്താ തീരുമാനം എടുക്കാത്തതെന്ന് ചോദിച്ചു. UDFിൻ്റെ സീറ്റ് വിഭജനം എന്താണ്? സീറ്റ് വിഭജനം ഇപ്പോൾ RSP എന്താ ചെയ്ത്? RSP ആർക്കാ പിന്തുണ കൊടുത്തത്? CPM-ലുണ്ടായ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി. അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വന്നു. അവിടെ RSP സീറ്റ് അവർ പിന്മാറിയിട്ട് ഷിബു ബേബി ജോൺ തന്നെ മുൻകൈയെടുത്ത് അവിടെ പോയി കുഞ്ഞികൃഷ്ണൻ പിന്തുണ കൊടുത്തു. വൈകുന്നേരം ആയപ്പോൾ എവിടെ കലാപം ഉണ്ടായത്? തളിപ്പറമ്പിൽ കലാപം ഉണ്ടായല്ലോ. ചില കാര്യങ്ങൾ നമ്മൾ കാത്തു നിൽക്കണ്ടേ? ഞങ്ങൾ അന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലാ? നിങ്ങൾ ഇതൊക്കെ കൂടി കേൾക്ക്. അന്ന് തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലാ? സത്യത്തിൽ എനിക്ക് ഈ സമയം സമയം ഈ ഇലക്ഷൻ്റെ പ്രഖ്യാപനം 9-ാം തീയതി ഇലക്ഷൻ ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒരു 3 ദിവസം കൂടി വെയിറ്റ് ചെയ്താലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.